ഒരാൾക്ക് 15 തൊട്ട് 22 വാക്യങ്ങൾ വായിക്കുക. എൻ്റെ ഒരു വേദഭാഗം എടുത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് നിമിത്തം ഞാനും നിങ്ങൾക്കും കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്കറിയാം ദൈവമക്കള് എഫേസ്യ ലേഖനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് പൗലോസിന്റെ ഈ പ്രാർത്ഥന നമ്മളെടുത്ത് സാധാരണ പഠിക്കാറ്. എഫേസ്യ ലേഖനം ഇസ് പ്രോബബ്ലി വൺ ഓഫ് ദ ജുവൽ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു ലെറ്ററാണ് എഫേഷ്യൻസ്. ഇവിടെ 15 തൊട്ടുള്ള അധ്യായങ്ങളിൽ വാക്യങ്ങളിൽ പൗലോസ് അല്ലെങ്കിൽ 1 തൊട്ട് അതിൻ്റെ 3 തൊട്ട് ഒരു 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് പൗലോസ് സംസാരിക്കുന്നുണ്ട്. ഹി റിയലി സ്പീക്സ് അബൌട്ട് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഹി പോസസ് ടു പ്രേ. താൻ അവിടെ ഒരു നിമിഷം നിന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊരു പ്രസംഗം ഇങ്ങനെ പറയുന്ന പോലത്തെ ഒരു മനസ്സാണ് നമുക്ക് മനസ്സിൽ ചിന്ത വരാനാണ് മനസ്സിൽ. ഈസ് റിയലി പ്രീച്ചിങ്, ഈസ് ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. നമുക്ക് വേണ്ടി നമ്മളെ ദത്തെടുത്തു, വീണ്ടെടുത്തു, പാപമോചനം നമുക്ക് നൽകി, ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വന്നു വെച്ചാൽ ദെൻ ഹി റിയലി വാണ്ട്സ് ടു പ്രേ ഫോർ ദം. ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഒരു മുട്ടുമടക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. ഈ ഭാഗത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട് വെക്കും: നോയിങ് ഗോഡ് ബെറ്റർ ത്രൂ സ്പിരിച്വൽ വിഷൻ. അതായത് ഈ ആത്മീയ ദർശനത്തിലൂടെ ദൈവത്തെ ആഴമായി കൂടുതലായിട്ട് അറിയുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആഴമായിട്ട് അറിയുക, കൂടുതലായിട്ട് അറിയുക. എങ്ങനെയാ? ആത്മീയ ദർശനത്തിലൂടെ, ത്രൂ സ്പിരിച്വൽ വിഷൻ. അതാണ് തൻ്റെ ഈ പ്രാർത്ഥനയുടെ പ്രസക്തമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. ഈ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെക്കുറിച്ച് നമുക്ക് ഒത്തിരി ഭൗതിക നന്മകൾ തന്ന് നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യമുള്ള എല്ലാം ദൈവം തരും, അല്ലേ? എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ അവനെ അറിയണമെന്നുള്ളത്. നാം ദൈവത്തെ അറിയണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി അറിയണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസ്, ദൈവത്തിന്റെ മഹിമാധനം അറിയണം. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിയണം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് അറിയണം. ഇതൊക്കെയാണ് ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ. ദാറ്റ് വി ഷുഡ് നോ ഹിം. അതൊക്കെ സംഭവിക്കുന്നത് ഒരു സ്പിരിച്വൽ വിഷനിൽ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൂടെ മാത്രമേ അതൊക്കെ ആ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ആദ്യത്തെ ഒരു 14 വാക്യങ്ങളിൽ ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ താൻ പറഞ്ഞ ശേഷം ഒരു പ്രാർത്ഥന, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ലെറ്റ്സ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു മനുഷ്യന് കോടിക്കണക്കിന് സ്വത്ത് ലഭിച്ചിരുന്നെങ്കിലും ആ മനുഷ്യൻ ഒരിക്കൽ പോലും തന്റെ അപ്പന്റെ വിൽപത്രം വായിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വെച്ചു. അപ്പന്റെ വിൽപത്രം വായിച്ചിട്ടില്ല. അപ്പൻ എന്തോ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാൻ മേല, എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ബാങ്കിൽ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, തനിക്ക് എന്തോ വെച്ചിട്ടുണ്ടെന്ന് തനിക്ക് അറിയത്തില്ല. താൻ രാവിലെ എഴുന്നേറ്റ് കപ്പ പറിച്ച് പുഴുങ്ങി തിന്നും, അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് ഫോർ എ മോമെന്റ്.
നമ്മൾ പല ആളുകളും വാസ്തവത്തിൽ ആത്മീയമായിട്ട് ഇതുപോലൊക്കെയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കണ്ണ് തുറന്ന് ദർശനത്തിലൂടെ അല്ലെങ്കിൽ ആ വീക്ഷണത്തിലൂടെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് കണ്ട് അനുഭവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ യു സി എ ട്രാൻസ്ഫർമേഷൻ, നമുക്ക് വലിയ രൂപാന്തരം ദൈവം അതോടുകൂടി അയച്ചു തരും. ഈ ശരി, ഇനി ആ 15-16 വാക്യങ്ങളൊന്ന് വായിച്ചു. നമ്മളൊരു ആ ഭാഗം ഒന്ന് വായിച്ച് അതിനകത്ത് തന്നെ കുറച്ച് ചിന്തകൾ പറയുന്നുള്ളൂ. വായിച്ചു. അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. ആദ്യത്തെ 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു സഭ, ഹെൽത്തി ചർച്ച്. ആ ഹെൽത്തി സഭയിൽ ആളുകളെ രൂപാന്തരപ്പെടുത്തേണ്ടത് ആളുകൾ നന്ദിയുള്ളവരായിരിക്കും. We should be grateful people. Praise the Lord. We should be grateful. Praise God. Just thankful leaders, thankful teachers, thankful elders. എന്തുകൊണ്ട് നമ്മളെല്ലാം കൂടി നോക്കിക്കോ, നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. ഇവിടെ ഈ ദൈവദാസൻ ദൈവത്തിന് ഭയങ്കര നന്ദിയും കൊടുക്കുകയാണ്. അന്ന് വായിച്ചാൽ 15 വായിച്ചോ, 15 വായിച്ചോ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. അത്രേ ഉള്ളൂ. ഇവരാരും പൗലോസിന് ഇപ്പൊ ഇവിടുന്ന് കുറെ കാശ് ഇട്ട് കൊടുത്തോണ്ട് ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുമെന്നൊന്നുമല്ല പറഞ്ഞു. എന്താ കാരണം? ഇവിടെ വിശ്വാസത്തെയും സ്നേഹവും, നിങ്ങൾക്ക് കർത്താവ് യേശുവിലുള്ള വിശ്വാസവും പിന്നെ സഹോദരന്മാരോടുള്ള. അപ്പൊ അതിനകത്ത് ആദ്യത്തെ പാർട്ട്, നന്ദി പറയാനായിട്ട് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം. ഒരാൾക്ക് കർത്താവിൽ നല്ല വിശ്വാസം. നമുക്ക് നന്ദി പറയാൻ കാരണമൊന്നും നോക്കണ്ട. കർത്താവിനെ ഒരാളെ സ്നേഹിക്കുന്ന കണ്ടാൽ അവരെ ഓർത്തൊരു സ്തോത്രം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധന്മാരോടുള്ള. അപ്പൊ ഒന്ന് വെർട്ടിക്കലാണ്, ഒന്ന് ഹൊറിസോണ്ടലാണ്. വിശുദ്ധന്മാരോട് സ്നേഹം, കർത്താവിനോട് ഭയങ്കര വിശ്വാസം. യേശുവിനുള്ള വിശ്വാസവും സകല വിശുദ്ധന്മാരോടുള്ള ഈ 2 കാരണം മതി സത്യം പറഞ്ഞ ഒരാളെ ഓർത്ത് സ്തോത്രം പറയാം. നമുക്കാരെയും ഗുണം ചെയ്തില്ല. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കും, നമുക്കെല്ലാം ഗുണമുള്ളവരും നമുക്ക് പ്രിയമുള്ളവരും പ്രീതിയുള്ളവരും നമ്മളോട് ഫേവർ ഉള്ളവരും നമ്മളോട് വഴക്കടിക്കാത്തവരോടൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ പൗലോസുള്ള നല്ല മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരാൾക്ക് കർത്താവിൽ വിശ്വാസവും ദൈവമക്കളോട് സ്നേഹവും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, പൗലോസിന്റെ കാര്യത്തിൽ പൗലോസ് കേട്ടതേ ഉള്ളൂ. കേട്ടപ്പോൾ തന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിരന്തരം അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പം ഈ ഒരു ട്രീ, ഒരു മരം, ഓക്കെ, ആ മരം ഏറ്റവും ശക്തമാകുന്നത് ആ മരത്തിന്റെ വേര് ആഴത്തിൽ പോകുന്നതനുസരിച്ചാണ്. ഇല്ലെങ്കിൽ ഒരു കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? മരം മറിഞ്ഞു. സോ വെൻ ദ റൂട്ട് ഗോസ് ഡീപ്പർ, then it becomes healthy and strong. ആഴത്തിൽ വേരുള്ള ഒരു മരം ശക്തിയുള്ള മരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നതാണ് റൂട്ട്, സ്നേഹം എന്ന് പറയുന്നതാണ് ഫ്രൂട്ട്. ആമേൻ. അപ്പം ആഴത്തിൽ വേരുള്ള വിശ്വാസം, ഫലം കായ്ക്കുന്ന സ്നേഹം. പ്രൈസ് ദി ലോർഡ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിന്തയാണ് അവിടെ നമ്മൾ കാണുന്നത്. ശരി, ഇനിയും 17 തൊട്ട് 18 ആദ്യ ഭാഗം വരെ വായിച്ചു. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അതെ. അപ്പൊ ഇവിടെ ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അടുത്തിവിടെ കാണുന്ന ഒരു ചിന്ത, the greatest need of every Christian is spiritual enlightenment. അതായത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് പ്രകാശം ലഭിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല പ്രാർത്ഥന, കർത്താവേ പൈസ കൊടുക്കണമേ,
അവരുടെ കാര്യം നടക്കണമേ, രോഗശാന്തി കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ നല്ലതാണെങ്കിലും അതിനെക്കാട്ടിലും വലിയ പ്രാർത്ഥന ഒരാൾക്ക് വേണ്ടി കർത്താവേ അവർ ആത്മീയമായ വെളിച്ചം, സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ്, ആത്മീയമായ ഒരു പ്രകാശങ്ങളുടെ ഉള്ളിൽ ദൈവമേ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദൈവത്തിന്റെ ദാസൻ. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തൊക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചേ? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കൊടുക്കണം. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കൊടുക്കണം. ഫസ്റ്റ് ഈസ് വിസ്ഡം, അടുത്തത് റെവലേഷൻ. ഇത് രണ്ടുള്ള വ്യത്യാസം എന്തുവാ? വിസ്ഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദൈവസത്യത്തെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവ്. അപ്ലൈയിങ് ഗോഡ്സ് ട്രൂത്ത്, അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഇഷ്ടംപോലെ ആളുകളെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. അവർ ചിലർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, PhD ഉണ്ട്, പക്ഷെ വിവരമില്ല അല്ലേ? ഭയങ്കര അവരുടെ ഈ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഭയങ്കര IQ ലെവലൊക്കെ ഭയങ്കര ഹൈ ആണ്, ഭയങ്കര ഇതൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, മനുഷ്യരോട് ഇടപെടാനായിട്ട് അറിയാൻ പറ്റില്ല. അവർക്ക് കല്യാണം കഴിക്കാൻ പേടിയാ. കല്യാണം കഴിച്ച ഭാര്യയോട് എന്താ പറയുന്നത് ചോദിക്കുന്നത്, എന്താ അവരോട് പറയേണ്ടത്, എങ്ങനെ അതായത് ഈ അവര് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചിന്തകളും അറിവുകളും പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ കഴിവിന്റെ പേരാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവിക സത്യങ്ങള് ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുവാനുള്ള കഴിവ് ഈ ജനത്തിന് കൊടുക്കണമേ. അതാണ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് റെവലേഷൻ എന്ന് പറഞ്ഞത് എന്തുവാ? ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ മനസ്സിലാക്കുക. പൗലോസ് പ്രാർത്ഥിക്കുന്ന പുതിയ പുതിയ സാധനങ്ങൾ കൊടുക്കണമെന്നില്ല. ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങളോട് പ്രാർത്ഥിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പാസ്റ്റർക്ക് പുതിയ പുതിയ സാധനങ്ങൾ, അങ്ങനൊന്നുമില്ല. ദൈവം തരേണ്ട വെളിപ്പാടുകൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ നിനക്ക് വെളിപ്പാടിന്റെ ആത്മാവ് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കലും വേദോത്സവത്തിന് വെളിയുള്ള ഒരു സാധനം നിങ്ങൾക്ക് വെളിപ്പാടായിട്ട് തരത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് പറയും, ഇന്നലെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സാധനം ഇങ്ങനെ കിട്ടി, ഇങ്ങനെ സാധനങ്ങൾ അതിനോട് പറയുക. അപ്പൊ അത് വേദോത്സവമായിട്ട് ബന്ധമില്ലെങ്കിൽ അത് എടുക്കരുത്, ഉടനെ കളഞ്ഞേക്കണം. നമുക്ക് ആ സാധനം വേണ്ട. ദൈവത്തിൽ നിന്നുള്ളത് ഒന്നുകിൽ ബുദ്ധിയിൽ പുള്ളി കൊണ്ടുവന്ന, അല്ലെങ്കിൽ പിശാച് കൊടുത്താൽ. ദൈവം ഓൾറെഡി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പ്രകാശിപ്പിച്ചു കിട്ടണം. പ്രൈസ് ദി ലോർഡ്. നമുക്കത് അത് മതി. അതിന് ആവശ്യമുള്ളത് നിങ്ങൾ ജീവനും ഭക്തിക്കുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള ഒരു വെളിപ്പാടിന്റെ ആത്മാവ് നമുക്കുണ്ടാകും. ഒന്ന്, ദൈവിക സത്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള വിസ്ഡം വേണം. പിന്നെ എന്തുവാ? വെളിപ്പാടിന്റെ. ഈ രണ്ട് കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുക. കാരണം ഇങ്ങനെ ദൈവത്തെ അറിയാനൊക്കെ തുടങ്ങി. ഓൾറൈറ്റ്. അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു പുതിയ റെവലേഷന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ഡീപ്പർ റെവലേഷൻ ഇൻടു ദ വേർഡ് ഓഫ് ഗോഡ്. നിന്റെ വചനത്തിലേക്ക്, വചനത്തിന്റെ സത്യങ്ങളിലേക്ക് ആഴമേറിയ ഒരു ദർശനം ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ശരി. നമ്മുടെ ഈ പുറമേയുള്ള ഫിസിക്കൽ ഐ കൊണ്ട് നമ്മൾ കാണുന്നത് ലോകത്തെ, നമുക്ക് ലോകത്തെ കാണും. ഇപ്പൊ ഞാൻ നമ്മൾ നോക്കുന്നു, അവിടെ വാട്ടർ ബോഡിയിലെ വെള്ളത്തിന്റെ ഒരു കൂട്ടം അവിടെ കാണുന്നു, നിങ്ങളെ കാണുന്നു. സോ ഐ സി ഫിസിക്കൽ വേൾഡ്. പുറമേയുള്ള ഭൗതിക ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ സ്പിരിച്വലായി തുറന്നെങ്കിൽ മാത്രമേ ഉള്ളൂ സ്പിരിച്വൽ റിയാലിറ്റീസ് കാണത്തുള്ളൂ. ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അകത്തെ ആത്മാവിന്റെ കണ്ണ് തുറക്കണം. അകത്തെ കണ്ണ് തുറക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അകത്തെ കണ്ണ് ഷാർപ്പാകണം. അകത്തെ കണ്ണ് കൂടുതൽ കാരണങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ യു സീ മോർ തിങ്സ്. ഈ ഒരു നല്ലൊരു എക്സാമ്പിൾ അതേപറ്റി പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. പൗലോസ് ശൗല് ബ്ലൈൻഡായിട്ട് അവിടെ പോയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനനിയാസ് അവിടെ ചെന്നു കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കണ്ണിൽ എന്ത് കൊടുക്കുന്നു? ചെതുമ്പല് വീണു. അതിനുശേഷം പല പ്രാവശ്യം ഞാൻ വിശ്വസിക്കുന്നു പൗലോസിന്റെ കണ്ണിൽ ചെതുമ്പല് വീണിട്ടുണ്ട്. അത് ആത്മീയമായ കണ്ണുകളിൽ നിന്ന് വീണതാണ്, ആഴത്തിൽ കാണുക. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന്. അതൊരു കാഴ്ചപ്പാടാണ്, ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. അപ്പം അദ്ദേഹം പറയുന്നു,
എനിക്ക് ലാഭമായിരുന്നത് ചെലവ്. അപ്പം ഞാൻ വിട്ടുകളയുന്നത് നഷ്ടപ്പെടുത്തുന്നത് എന്തോ ഉള്ളൂ, എന്റെ പ്രോഫിറ്റ് ആണ്. പക്ഷെ എന്റെ ക്യാപിറ്റൽ അവിടെ കിടപ്പുണ്ട്, എന്റെ മൂലധനം അവിടെ കിടപ്പുണ്ട്. മൂലധനത്തെ ഒന്നും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തോ ഉള്ളൂ, പ്രോഫിറ്റ് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ എന്റെ മൂലധനം ഒരു കേടുമില്ലാതെ ബാങ്കിൽ കിടപ്പുണ്ട്. ഓക്കെ. എന്നാൽ താൻ പിന്നെ പറയുന്ന കണ്ണിൽ നിന്ന് കുറച്ചുകൂടെ ചെതമ്പല് വീണ് കാഴ്ച വർദ്ധിച്ചു, ഡീപ്പറായിട്ട് കണ്ടപ്പോ പിന്നീട് താൻ പറയാണ്, ഞാൻ ഇതിനെല്ലാം നോക്കി ഇപ്പൊ കാണുന്നത് എന്റെ മൂലധനത്തെ പോലും കാണുന്നത് എന്താ പറയുക, ചപ്പൊന്നും. അത് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൊട്ടയെ കൊണ്ട് ഇടാനുള്ള സാധനമുള്ളത്. ഇതും കൊണ്ടൊന്നും മേലോട്ട് പോകാനായിട്ട് ഒക്കത്തില്ല. ഇതിന് നിത്യതയിൽ ഒരു വിലയില്ല. നമ്മുടെ വീടിനും നമ്മുടെ കാറിനും നമുക്കുള്ള ബാങ്കിൽ കിടക്കുന്നതിനും നമുക്ക് എന്തെല്ലാം റിയൽ എസ്റ്റേറ്റും പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ഈ ഒരു സാധനവും നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോയില്ല. ഇതിനൊന്നും നിത്യതയിൽ ഒരു വിലയില്ല. താൻ മനസ്സിലാക്കി ഇതെല്ലാം തന്നെ എങ്ങനെ കാണുന്നത്, ചപ്പന്നും ചവർന്നും കാണുക. അപ്പം ആഴമേറിയ വിശ്വാസം വന്നു, കാഴ്ചപ്പാട് വ്യത്യാസം വന്നു. ലാഭമായിരുന്ന ചേലം തണ്ണിയ ആൾ കുറച്ചും കൂടെ ഇപ്പം ഡീപ്പായിട്ട് നീങ്ങാൻ തുടങ്ങി. ഇനി എനിക്ക് ഉള്ളത് പോലും എന്തോ ഉള്ളൂ, ചപ്പൊന്നും ചവറും ഒക്കെ ഉള്ളൂ. അതൊക്കെ എഴുതിയിട്ടു, ഗുഡ് ഫോർ നത്തിങ് എന്ന് അതൊക്കെ ടാഗ് എഴുതി വെച്ചു. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്തില്ല, ഒന്നും വില കൊടുക്കാൻ പാടില്ല. കാഴ്ചപ്പാട് കുറച്ചുകൂടെ അങ്ങോട്ട് കൂടിയപ്പോഴത്തേക്കിന് അടുത്ത ഞാൻ പറയാ, എന്റെ പ്രാണനെ പോലും വിലയേറിയതായിട്ട്. ദിസ് ഈസ് കോൾഡ് റെവലേഷൻ. ഇതിന്റെ പേരാണ് റെവലേഷൻ. ഇതാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ആഴമേ ദൈവത്തെ അറിയുക, അവന്റെ പരിജ്ഞാനത്തിന്റെ, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വേറൊന്നും കൊണ്ടല്ല. ഞാൻ കർത്താവിനെ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം വേറും ചപ്പാന്ന് എനിക്ക് മനസ്സിലായി. പാണ്ഡ്യാൻ ഇതങ്ങ് ഓൾ ഡിയർ ടു മീ. ഇതെല്ലാം ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അയ്യോ ഇതുകൊണ്ട് പോണേ, ഈ ചോക്ലേറ്റ് തീരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ശരി ചോദിക്കുക, നമ്മൾ പല ആളുകളും നമ്മുടെ പേരെന്താ, ചെയ്സ് ജോസഫിന്റെ ഭാഷയെ പറഞ്ഞ, നമുക്ക് ഈ ജീവിതമാകുന്ന ചോക്ലേറ്റ് ഒരിക്കലും തീരരുതേ എന്നുള്ള ആഗ്രഹമാണ്. അതിങ്ങനെ വായി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, പണ്ട് കൊച്ചിലെ ചോക്ലേറ്റ് ഇല്ലാതെ വായി വെച്ച് കുറച്ചെടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുക, അത് തീരരുതോ. പിന്നെ കുറച്ച് വായി വെക്കും, പിന്നെ അത് മാറ്റി വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത കാലങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ചോക്ലേറ്റ് ഇല്ലാത്ത അത് വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്, ഇല്ലയോ. ഇതുപോലാണ് ഇപ്പം നമ്മൾ ഈ ഡിയർ ലൈഫ്, ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഈ ജീവിതം ഒന്ന് ഒരു നിമിഷം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിന്റെ പോലും കലറി നോക്കി, പിന്നെ വെള്ളത്തിനത് കാലറി ഒന്നുമില്ല, അതുപോലും നോക്കി മേടിച്ച് അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് പോകുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഒക്കെ ചെയ്തോണം. ഇതെല്ലാം ചെയ്ത് ഭയങ്കരമാണ്. നമ്മൾ വായു, നല്ല വായു കിട്ടണം, നല്ല വെള്ളം കിട്ടണം, നല്ല എല്ലാം നോക്കി. കാര്യം എന്തുവാ, ഈ ഡിയർ ലൈഫ് പോരുത്. ഇതെങ്ങനെയും മുമ്പോട്ട്. എത്ര പേർക്കുണ്ട്, എത്ര രാവിലെ കർത്താവേ ഇന്ന് വന്ന് എനിക്ക് പോയാൽ മതി, കർത്താവെ അങ്ങ് ചെന്നാൽ മതി. നമുക്ക് താല്പര്യമൊന്നുമില്ല. താല്പര്യമുള്ള ആളുകൾ കുറവാണ്. അല്ലെ ആരെങ്കിലും തീരെ ബുദ്ധിമുട്ടുന്നവരായിരിക്കണം, എങ്ങനെയാലും പുറത്തുവിട്ട് പോയാൽ മതി അങ്ങനെ ഇരിക്കുന്നവർ. അല്ലാതെ നമ്മുടെ ആഗ്രഹം, മേലിനുള്ളതിനെ കുറിച്ചുള്ള ആഗ്രഹമൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത് വിഷന്റെ കാര്യമാണ് പറഞ്ഞതൊക്കെ. ഇതൊക്കെ ഞാൻ പറയുന്നത് അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വീണ് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം ഫലത്തിലേക്ക് ഉയർന്നാൽ വരുമല്ലോ. ആ മേലുരിശലേമിനെ കുറിച്ചുള്ള ചിന്തകളും ആഗ്രഹങ്ങളും നമ്മുടെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലേക്ക് വേണം. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വേണ്ടി. ശരി, ഈ നമ്മൾ എന്ത് കാണുന്നു എന്നുള്ള വലിയ വിഷയമാണ്. നിങ്ങൾ എത്ര പേര് ഗ്രാൻഡ് കാനിയനിൽ പോയിട്ടുണ്ട്? ഗ്രാൻഡ് കാനിയൻ പല്ലുണ്ട്. ഞാൻ പോയിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ഗ്രാൻഡ് കാനിയനിൽ പോയി നിന്ന് കഴിയുമ്പോഴത്തേക്കിനാണ് ഈ ഓരോരുത്തരെ കാണുന്ന പോലെയാ. അപ്പൊ ഒരു പുള്ളി പോയി നിന്നേച്ചിങ്ങനെ കാണുക, എന്താ ഭയങ്കര വണ്ടറാപ്പ ഇത്, എന്തോ ഒരു ഭയങ്കര ഇത്, ഭയങ്കര അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഒരാളെന്ന് കാണുക. വേറെ പുള്ളി എന്താ ചോദി, എന്നെ കുഴിയപ്പ, ഇതെന്തോ കുഴിയ, ഈ കുഴി കാണാനാണ് മനുഷ്യൻ ഇവിടം വരെ. See, this is how the difference is. I'm just simply using an example. So, it's what your eye beholds. നമ്മുടെ കണ്ണെന്ത് കാണുന്നുള്ള വിഷയം. നമ്മൾ എന്ത് കാണുന്നു?
Praise God. Open my eyes, Lord. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ദൈവവചനത്തിലെ മർമ്മങ്ങൾ കാണുവാൻ, അതിന്റെ അതിശയം കാണുവാൻ, ദൈവത്തെ ഈ ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം. പണ്ടാളുകൾ അത് പാടി സന്തോഷിച്ച് കൈയടിച്ച് തമ്പർ പൊട്ടിച്ച പാട്ടാണ്. നമുക്കോ? Just think about that for a moment. കാഴ്ചപ്പാട് മാറുന്നതിന്റെ പ്രശ്നങ്ങളായതൊക്കെ. Praise God. Anyway, ദൈവദാസനോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇതൊക്കെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ചിലര് വേദവസം വായിക്കുമ്പോൾ അവര് കാണുന്നത് എന്തോ കുറച്ച് അക്ഷരങ്ങളും കുറച്ച് ചാപ്റ്ററും ഇതൊക്കെയാണ് വായിച്ച് തീർത്ത് ചില വേദവസം വായിക്കുമ്പോൾ. ബൈബിള് തന്നെ പറഞ്ഞു, എന്റെ വചനം എന്റെ കാലിന് ജീവവും എന്റെ പാതയ്ക്ക് തേനിലും തേൻകട്ടയെക്കാളിലും. രണ്ടുപേരും വായിച്ച ഒരേ സാധനമാണ്. ഒരു എനിക്കറിയാം, അത് എടുക്കുമ്പോഴേ ഉറക്കം വരുക. പെട്ടിട്ട് ആളുകൾ പറഞ്ഞു വേദവസം വായിക്കാൻ കൊണ്ട് ഇരിക്കുമ്പോഴേ എനിക്ക് എന്ത് വരും? ഉറക്കം ക്ഷീണം കൊണ്ടുണ്ടാവും. ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ രാത്രി ജോലി ചെയ്തേച്ച് വായിക്കുന്നവരായിരിക്കാം. പക്ഷേ ചിലർക്ക് ഇത് എടുക്കുന്നതാണ്. അപ്പൊ ചില പിന്നെ ഉറക്കം വരുന്നത് വേദവസം വായിക്കാൻ പറയും. കേട്ടില്ല അങ്ങനെ പറയുന്നത്? പിന്നെ ഉറക്കം വരാതെ ബുദ്ധിമുട്ട് മുന്നേ ആ വേദവസം എടുത്ത് നീ ഒന്ന് മരുന്നാ. So it's the same Bible, same print, same words, but one person enjoys it, other person just simply reads it. It doesn't touch. നമുക്കറിയാം ഇസ്ലാമിക് സ്കോളേഴ്സ് വെറുതെ കുത്തിയിരുന്ന് വേദവസം വായിക്കും. അവർ വായിക്കുന്നത് എന്തിനാണ്? ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ, നമ്മളെ കൊണ്ടുവരാനുണ്ടോ, നമുക്കെതിരെ അതിനുവേണ്ടി അവർ വായിക്കുന്നത്. പക്ഷെ അവന് രൂപാന്തരം ഉണ്ടാവുമോ? ഇല്ല. അവൻ എത്ര പ്രാവശ്യം വായിച്ചാലും രൂപാന്തരം ഉണ്ടാകത്തില്ല. പക്ഷെ അല്ലാത്തൊരു ദൈവത്തിന് വരുന്നു വായിച്ചാലും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിന് അത് ആനന്ദം. See, that's the difference it really makes. ശരി, ഇനി 18-19 വാക്യങ്ങൾ വായിച്ചേ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള അപ്പൊ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ തുടങ്ങി. നമ്മുടെ ഹൃദയദൃഷ്ടിക്ക് പ്രകാശം വരണമെങ്കിൽ ആദ്യത്തെ രണ്ട് സാധനങ്ങൾ വരണം. ഏതാ? വിസ്ഡം വരണം, റെവലേഷൻ വരണം. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മള് 119 സങ്കീർത്തനത്തിന്റെ 18 വാക്യം ഇവിടെ ലോർഡ് ഓപ്പൺ മൈ ഐസ് അല്ലയോ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണ് തുറന്നല്ലേ ഇരിക്കുന്ന പുള്ളിയുടെ. പക്ഷെ വിനയം പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ വണ്ടേഴ്സ് ഓഫ് യുവർ വേർഡ്, യുവർ കമാൻഡ്മെന്റ്സ്, അത് കാണണമെങ്കിൽ അവിടുന്ന് എന്റെ കണ്ണ് തുറക്കണം. എന്റെ അകത്തെ കണ്ണ് തുറക്കണം. ഇത് തുറന്നിട്ട് കാര്യമൊന്നുമില്ല. എന്റെ അകത്തെ കണ്ണ് തുറക്കണം. വണ്ടേഴ്സ് കാണും. ആമേൻ. നിന്റെ വചനത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ എന്റെ കണ്ണും തുറക്കണം. ഓക്കെ, അപ്പൊ ഇത് കണ്ണങ്ങോട് തുറന്നു കഴിഞ്ഞു. ഈ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞു. ഒക്കെ വായിച്ചു. അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ഒരു സ്പിരിച്വൽ വിഷൻ വന്നു കഴിയുമ്പോൾ, ആത്മീയമായ ദർശനങ്ങൾ വന്നു കഴിയുമ്പോൾ, അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് 3 മഹൽ സത്യങ്ങൾ ഇവർ ഗ്രഹിക്കണം. ഇതാണ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നത്. 3 മഹൽ സത്യങ്ങൾ ഇവർ ഗ്രഹിക്കണം. ഈ എഫെസോസിലുള്ള വിശുദ്ധന്മാർ അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് ബിലീവേഴ്സ് ഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിനകത്ത് ആദ്യത്തെ എന്താ എഴുതിയിരിക്കുന്നത്? ആദ്യത്തേത് അവന്റെ വിളിയാലുള്ള ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ഓക്കെ, അപ്പൊ ദൈവം നമ്മളെ വിളിച്ചു. അതിന് 2 രീതിയിൽ നമുക്ക് എടുക്കാം. ദൈവം നമ്മളെ എന്ത് ചെയ്തു? വിളിച്ചിട്ടുണ്ട്. ആ വിളിയെക്കുറിച്ചുള്ള നമ്മളുടെ ആ വിളിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആശ, ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ഓക്കെ, അപ്പം ഒന്ന് എനിക്ക് ഉറപ്പ് വരേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നതാ. അപ്പൊ ഈ യാത്രയിൽ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളാരും വലിഞ്ഞേറി വന്നവരല്ല, നമ്മളാരും വെറുതെ വന്നവരല്ല, വാണ്ടറേഴ്സ് അല്ല, ഇതിനെ അലഞ്ഞു നടക്കുന്ന ആളുകളല്ല. നമ്മളെ വിളിച്ച് തമ്പുരാൻ ഇവിടെ കൊണ്ടാക്കിയ ആളുകളാണ്. ഒരു വിളി കേട്ട് വന്ന ആളുകളാണ്. നമ്മുടെ മേലെ ഒരു വിളിയുണ്ട്, ദൈവത്തിന്റെ ഒരു വിളി നമ്മളെ കുറിച്ചുണ്ട്. ഞാൻ അതിന്റെ ഫ്ലിപ്പ് സൈഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വിളി നമ്മൾ അറിയണം. നമ്മളെ ദൈവം വിളിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്.
നമ്മളെ വിളിച്ച ഈ സഭയെന്ന് വിളിച്ചായിരുന്നു കോൾഡ് ഔട്ട് എന്നല്ലേ. സഭ എക്ലീസിയ എന്ന പദത്തിന്റെ അർത്ഥം പോലും കോൾഡ് ഔട്ട് ഫോർ എ പർപ്പസ്. പൊതുജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്തു? വിളിച്ചു വേർതിരിച്ചവരുടെ ഒരു കൂട്ടമാണ്, വിളിച്ചു വേർതിരിച്ച ഒരു കൂട്ടമാണ് ദൈവസഭ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു വിളിയുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ സന്തോഷിച്ചോണം. വിളിക്കായി സ്തോത്രം. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നിങ്ങൾ വെറുതെ നടക്കുന്നവരല്ല. നിങ്ങൾക്കൊരു ലേബനുണ്ട്, നിങ്ങൾക്ക് യജമാനനുണ്ട്, നിങ്ങൾക്കൊരു കമ്മീഷനുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തിനാ ദൈവം നമ്മളെ വിളിച്ചത്? നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. മനസ്സിലായി? എന്നെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്, പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കര ഉയർത്തിയ ഒരു സ്തോത്രമാണ്. I see 100%, ഇവിടെയുള്ള 100% ആളുകൾ അത് എഗ്രി ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തിനെ വിളിച്ചതിന് ദൈവത്തിന് ഒരു ആശയുണ്ട്. ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. എന്നെ വിളിച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ എന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ ഉദ്ദേശം അറിയാമോ എന്നുള്ളതാണ്. ആ ഉദ്ദേശം അറിയാമോ? ഇല്ലെങ്കിൽ ആ ഉദ്ദേശം നമ്മൾ അറിയണം. പെർഫെക്റ്റ് ആയിട്ട് അറിയുന്നില്ലെങ്കിൽ പോലും നമുക്ക് അതിലേക്ക് പോകാൻ, ആ ഡയറക്ഷനിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള അറിവ് നമ്മുടെ അകത്തുണ്ടാകും. അല്ലേ? ഞാൻ എപ്പോഴും സാധാരണ പറയുന്ന ഒരു ചിന്തയുണ്ട്. അതായത് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഒരു മുറുകെ പറ്റുന്ന പാപവും വിട്ട് അടുത്ത് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നു പാപം ഭാരം ഒക്കെ വിട്ടു. ഇനി അതൊക്കെ വിടുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. ഇംഗ്ലീഷിൽ പറയുന്നത് റേസ് ദാറ്റ് ഈസ് മാർക്ക്ഡ് out for you or set for you. Race marked out for you. നിങ്ങളൊരു വലിയ അത്ലറ്റിക് ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണും, ഓക്കെ 100 മീറ്റേഴ്സ് ഉണ്ട്, സ്പ്രിന്റ് 200 മീറ്റേഴ്സ് കാണും, 400 മീറ്റേഴ്സ് കാണും, 800 മീറ്റേഴ്സ് കാണും, 1500 കാണും. ഇങ്ങനെ ഈ ഗ്രൗണ്ടിന്റെ വലുപ്പം അനുസരിച്ച് ഓട്ടം വരച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ദൈവം വരച്ചിട്ടിരിക്കുന്ന ഒരു ഓട്ടം. എന്നെക്കുറിച്ച് വരച്ചിരിക്കുന്ന ഓട്ടമല്ല നിങ്ങളെ കുറിച്ച് വരച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് ദൈവം പെർട്ടിക്കുലറായിട്ട് കസ്റ്റം മെയ്ഡായിട്ട് ഒരു ഓട്ടം വരച്ചവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളെ എപ്പോഴും അകത്തുനിന്ന് പുഷ് ചെയ്യുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കണം കർത്താവേ. എന്റെ വിളിയാറുടെ ആശ, നീ എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം. ഈ എല്ലാവരും പ്രസംഗകരാനോ ഇതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കും. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ദൈവികമായ രീതി നമ്മൾ പ്രയോജനപ്പെടുവാൻ ദൈവത്തിന് ഒരു പ്ലാൻ നമ്മളെ കുറിച്ചുണ്ട്. അത് നിവൃത്തിയാക്കണമേ എന്നുള്ള ഒരു ആഗ്രഹം അകത്ത് കിടന്ന് ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് പിൻപിലുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? മറക്കുന്നു. മുൻപിലുള്ളതിന്റെ ലാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യാ? ഞാൻ ഓടുക. ഇതൊന്ന് തീർക്കണം, എനിക്കിതൊന്ന് ഫിനിഷ് ചെയ്യണം. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പാടായിട്ട് വരണം. ആ വെളിപ്പാടിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വരണം. ഇല്ലെങ്കിൽ നമുക്കറിയില്ല. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡെയിലി ജീവിക്കും, പോകും, പാട്ടുപാടും, സഭയിൽ പോകും, സ്വത്രാഴ്ചയിടും, അത്യാവശ്യം പോകും. എന്തിനാ എന്നെ വിളിച്ച കർത്താവേ? നമുക്കൊരു ഉദ്ദേശമുണ്ടെന്നറിയാം. നമ്മളോട് പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം ജാതിയും വിശുദ്ധവംശവും. അപ്പൊ വിളിച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ ഡാർക്ക്നെസ്സിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കണം, തിരിച്ചറിയണം. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തന്റെ കോളിംഗ്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി. ഇത് ഹൃദയസ്ഥിതമായി ആദ്യം നടന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു സത്യം പൗലോസോടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവകാശത്തിന്റെ മഹിമാധനം, ദ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്. അല്ലയോ? ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസ് ഉണ്ട്, നമ്മുടെ ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന് പ്രിയമാണ്. ആമേൻ. തന്റെ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ച തന്റെ സഭ, അതൊരു ഭയങ്കര ഇൻഹെറിറ്റൻസ്. അപ്പൊ നമ്മളതേ പറ്റിയൊക്കെ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം.
ദ ഗ്ലോറിയസ്. നാം ദൈവത്തിന് ആരാ? ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസ് ആണ്. നാം ദൈവത്തിന് നമ്മളെ സമ്പാദിച്ച ആകയാൽ നാം നമുക്കുള്ളവര് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്ക് ഉള്ളവരല്ല. അപ്പൊ നമ്മളെ കർത്താവ് മേടിച്ചിരിക്കുക, നമ്മളെ വിലക്ക് വാങ്ങിച്ചിരിക്കുക. ഇത് നമ്മൾ ഓർക്കണം. നമുക്കുള്ള ഇൻഹെറിറ്റൻസ് നമ്മൾ ഓർക്കണം. നാം കർത്താവിന്റെ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ ഓർക്കണം. ഇതേക്കുറിച്ചുള്ള ആഴമായ ചിന്തകളും ആഴമായ അറിവുകളും നമ്മുടെ ഹൃദയസ്ഥിതി തുറന്നേച്ച് നമുക്ക് ഉണ്ടാകും. മൂന്നാമതായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വായിച്ചു. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് താൻ പ്രാർത്ഥിക്കുന്നു, ഈ വിഷ്ണവും നോളജും ഒക്കെ വന്ന ശേഷം നിങ്ങളുടെ ഹൃദയസ്ഥിതി പ്രകാശിച്ച് വിളിയാറുള്ള ആശ, ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്, നിങ്ങളുടെ അവകാശത്തിന്റെ മഹിമാധനം മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ക്ലോസറ്റിൽ കയറി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളൊരു ഷീറ്റ് വിരിച്ചയച്ച് മുട്ടുപറക്കി പ്രാർത്ഥിക്കുമ്പോൾ, പായിട്ടയച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. ഇതെല്ലാം ആദ്യമേ തന്നെ സംഭവിക്കണം. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിലെ സംഭവിച്ചാൽ ബാക്കി ജീവിതത്തിന്റെ ഭാഗം സെക്യൂർ ആയിരിക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന്, ദ ഇമ്മെഷറബിൾ പവർ എന്ന് പറഞ്ഞാൽ അളക്കുവാൻ കഴിയാത്ത ഇമ്മെഷറബിൾ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണം നമുക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുന്ന ശക്തി ഒരു മനുഷ്യനും അളക്കാൻ കഴിയത്തില്ല. അത് വിശ്വസിക്കുന്ന നിങ്ങൾ സ്വതന്ത്രം പറയും. നമ്മൾക്ക് ഇപ്പോഴും നമ്മൾ തന്നെ എല്ലാം ലിമിറ്റ് വെച്ചിരിക്കുന്ന ആളുകളാണ്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ പല കാര്യങ്ങൾക്ക് ഇതുപോലെയാണ്. ദൈവത്തിനെ ഒരു $1000 കാര്യമാണ് ചിലപ്പോൾ ഉള്ളിൽ ചെന്നിരിക്കും. ഇതിപ്പോ 100,000 വിഷയമാണ്. അത് എങ്ങനെ നടക്കാൻ പോകുന്നത്? അതൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും, വേറെ പണി എന്തേലും നമുക്ക് നോക്കാം, ഇല്ലയോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ കയറുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. ദൈവത്തിന് പനിയൊക്കെ പ്രാർത്ഥിച്ചാൽ മാറിയേക്കും, പക്ഷെ ക്യാൻസർ മാറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. ചില ക്യാൻസർ മാറിയെന്നിരിക്കും, മാറിയില്ലെന്നിരിക്കും. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗങ്ങളാണ്. We don't know how things are. പക്ഷെ can God do it? ഇതൊക്കെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ കുറവായിരിക്കാം. വിശ്വാസത്തിൽ ദൈവം അല്ലെങ്കിൽ ദൈവ പദ്ധതികളുടെ ഭാഗമായിരിക്കും അതൊക്കെ. പക്ഷെ ഇറ്റ് ഈസ് ഇമ്മെഷറബിൾ. പ്രൈസ് ദി ലോർഡ്. അളക്കാൻ കഴിയത്തില്ല. അതുപോലത്തെ ശക്തിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യാപരിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം ഈ ഒരാള് ജസ്റ്റ് ചിന്തിച്ചു, അവിടെ പൗലോസ് ഒത്തിരി വാക്കുകളോട് ഉപയോഗിക്കുന്നുണ്ട്. ഇമ്മെഷറബിൾ. ആ വാക്യം ഒന്ന് വായിച്ചേ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും. ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടതേ ഉള്ളൂ. എന്താ കേട്ടുള്ളൂ? നിങ്ങളുടെ വിശ്വാസവും ദൈവമക്കളോടൊരു സ്നേഹവും കേട്ടതേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. എന്റെ പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു സ്പിരിച്വൽ വിഷൻ ഉണ്ടാകണം. നിങ്ങൾ ആഴമായി ദൈവത്തെ അറിയണം. ആഴമായി അറിയുന്നതിന്റെ ഭാഗം നിങ്ങളുടെ കണ്ണു തുറന്നാലേ ഒക്കത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടി ബലപ്പെടണമെന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നേച്ച് കാണേണ്ടത് വിളിയാലുള്ള ആശ, ദൈവിക വിളി. ആ വിളിയുടെ പ്രഷ്യസ്നെസ് ഒക്കെ നിങ്ങൾ കാണണം. വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാധനം. നിങ്ങളവന്റെ വകയാ, നിങ്ങളവന്റെ സ്വത്താ, നിങ്ങളവന്റെ കൃഷിയാ. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന്. യെസ്. ഇപ്പൊ ഒരാള് നയഗ്ര ഫോൾസിന്റെ അരികെ ചെന്നേച്ച് ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ചെന്ന് ചോദിക്കുക. നയഗ്ര ഫോൾസിന്റെ അരികെ വന്നിരിക്കുക. പുള്ളി പ്രാർത്ഥിക്കുന്ന എന്തുവാ? ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നയഗ്ര വാട്ടറിനകത്ത് എന്തുമാത്രം വെള്ളമാപ്പ, അളന്നുകൂടാൻ കഴിയാത്ത പോലെ വെള്ളം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക.
ഇതുപോലെയാണ് ഇമ്മെഷറബിൾ പവർ നമുക്ക് വേണ്ടി. ഒരു പക്ഷെ നമുക്കിത് അറിയാൻ ഒക്കുന്നില്ല, കണ്ണു തുറക്കാൻ ഒക്കുന്നില്ല, കാണാത്തത് കൊണ്ടാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ കണ്ണൊന്ന് തുറക്കണമേ. ശരി, ഇനിയിപ്പം നമുക്ക് അവിടെ ആ ഭാഗത്ത് തന്നെ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വേർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ പൗലോസ് അവിടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വരുന്ന ആ വഴിയിൽ, അല്ലെങ്കിൽ പ്രാർത്ഥന ഇവിടെ എഴുതുന്ന ആ സമയത്ത് ഇവരോട് പറയുക, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കുക. ഇനി ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ പോവാം. ഈ ശക്തി അവിടെ ഉപയോഗിക്കുന്ന പ്രോനോൺ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ അവൻ, അവിടെ ഉപയോഗിക്കുന്ന പദം എന്തുവാ? അങ്ങനെ അവൻ ക്രിസ്തുവിലും അസെയിം ശക്തി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അങ്ങനെ അവൻ എന്ത് ചെയ്തു? ആ ശക്തി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുന്ന ഇമ്മെഷറബിൾ, അളവില്ലാത്ത ആ ശക്തി ഒരു ദിവസം ക്രിസ്തുവിൽ വ്യാപരിച്ചു. ആമേൻ. ആ ക്രിസ്തുവിൽ വ്യാപരിച്ച സന്ദർഭം ഏതാണെന്നറിയാമോ? എപ്പോഴാ? മരിച്ച് കല്ലറയിൽ, യോസഫിന്റെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കി സീൽ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് മൂന്നാം ദിവസം ആ കല്ലറയ്ക്കകത്തേക്ക് ഈ ശക്തി വ്യാപരിച്ചു. അങ്ങനെ അവൻ വ്യാപരിച്ചു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ അവൻ വ്യാപരിച്ചു. എന്ത് ചെയ്തു? അവിടെ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു വ്യാപരിച്ചു. എന്ത് ചെയ്തു? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഈ ശക്തി യേശുവിനെ അങ്ങോട്ട് ഉയർത്തി. ആമേൻ. അടുത്തത്, സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. അടുത്തതിന്റെ ശക്തി അവനെ സർവത്തിനും സകലത്തിനും മീതെ തലയാക്കി. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന അവന് സുപ്രീം അതോറിറ്റിയും കൊടുത്തു. അപ്പൊ നാല് കാര്യങ്ങൾ. ഒന്ന് പറയുന്നത് ക്രിസ്തുവിനെ അതെന്ത് ചെയ്തു? ഉയർപ്പിച്ചു. പിന്നെ സ്വർഗസ്ഥലത്തിൽ ഇരുത്തി, സകലത്തിനും മേലെ ആക്കി, സർവാധികാരം അവന് കൊടുത്തു. ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ സംഭവിച്ചത് അത് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒത്തിരി കാര്യമുണ്ട്. മരിച്ചവരുടെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. പിന്നെ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത്, അടുത്തുള്ള ആ ലിസ്റ്റ് വായിച്ചു നോക്കൂ. എല്ലാ വാഴ്ചയ്ക്കും ലോകത്തിൽ ഏതെല്ലാം റൂളുകൾ ലോകത്തിലുണ്ടോ, whether it's a president, whether it's a Prime Minister of India, President of the United States, United Nations ന്റെ സെക്രട്ടറി ജനറൽ, ആരെങ്കിലും ആയിക്കോട്ടെ, ലോക്കൽ അതോറിറ്റീസ് ആയിക്കോട്ടെ, പോലീസ് അതോറിറ്റി ആയിക്കോട്ടെ, സകല വാഴ്ചകൾക്കും, ഈ അന്ധകാര ലോകത്തിലെ വാഴ്ചകൾ കേട്ടോ, സകല എവറി റൂൾ, എവറി പ്രിൻസിപ്പാലിറ്റീസ്, സകല അധികാരത്തിനും ശക്തിക്കും ഏതെല്ലാം ശക്തിയുണ്ടോ, ഏതെല്ലാം ശക്തിയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ, അന്നത്തെ കാലത്ത് എന്ത് ചോദിക്കുക, ആളുകള് ഇഷ്ടംപോലെ പല മറ്റ് ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് ആ ദൈവങ്ങളുടെ ശക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ ബലത്തിൽ ബ്ലാക്ക് മാജിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഇന്ന് ഭയങ്കര പേടിയാ. അറബിക്കട്ട എന്നൊക്കെ പറയില്ലേ, എന്താ സാധനം എനിക്ക് ഒത്തിരി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അറബിക്കട്ട, അത് പൊട്ടിക്കാൻ ഭയങ്കര ഒന്നും പൊടിക്കാൻ കഴിയാത്ത സാധനമില്ല. സകല ശക്തിക്കും സകല അധികാരത്തിനും കർത്തൃത്വത്തിനും പിന്നെയും വാഴ്ചയ്ക്കും
അധികാരത്തിനും പിന്നെ ശക്തിക്കും ഈ ലോകത്തിൽ മാത്രമല്ല ഫോറിൻ എന്ന് വെച്ചു മറ്റ് ഗ്രഹത്തിൽ നിന്നും മാർസിൽ നിന്നും ഒക്കെ ഇങ്ങോട്ട് വന്ന സാധനമാണെങ്കിൽ പോലും എന്തിനാ ഭാരപ്പെടുന്നത്? ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും പിന്നെ സകല നാമത്തിനും വിളിക്കപ്പെടുന്ന ഇനി ഏതെല്ലാം പേര് നിങ്ങൾക്കറിയാമോ? ഇനി അതല്ലാത്ത വേറെ പേരുകൾ ഇനി ഉണ്ടെങ്കിൽ അറിയാൻ വയ്യ. അതിന്റെ മേളിലും ആരെ കൊണ്ടുപോയി? ഈ ശക്തി യേശുവിനെ പൊക്കി. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്തു? പൊക്കി. എത്ര പേര് പൊക്കിയെന്നാ പറഞ്ഞേ? പൊക്കി 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 യേശുവിന്റെ കാൽപാദം ബാക്കി എല്ലാത്തിന്റെയും തലയുടെ വേണ്ടി വരുന്നത് വരെ യേശുവിനെ പൊക്കി. സകലതും അവന്റെ കാലിന്റെ കീഴെ. അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഓർത്തോണം, ഭയപ്പെടാൻ ഒരു സാധനവും ഇല്ല. ആർക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ ചെയ്തു, അത് ചെയ്തു, ദോഷം ചെയ്തു, അവിടുന്ന് തെക്കുന്ന ഒരു സാധനം വരുന്നുണ്ട്, കിഴക്കുന്ന വേറൊന്നുണ്ട്, 7 കടല് കടന്ന് ഒരു സാധനം വരുന്നുണ്ട്, ആലപ്പുഴയിൽ ഒരു സാധനം വരുന്നുണ്ട്. എന്തോ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെല്ലാം മുകളിലായിട്ട് യേശുവിന്റെ കാൽപാദത്തിന്റെ കീഴിലാണ്. അതിൽ യേശുവിനുള്ള ഒരു കാര്യങ്ങളുമില്ല. Everything is under his feet. Everything is under his feet. സകലവും അവന്റെ കാലിന്റെ കീഴെയാക്കിയേച്ച് അവനെ സകലത്തിനും മീതെ ഒരു തലയാക്കി. എല്ലാത്തിനും മീതെ ഒരു തലയാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. Praise God. Praise the Lord. ഭയങ്കര ഒരു തലയുണ്ടാക്കി. ഭയങ്കര ഒരു തലയുണ്ടാക്കിയേച്ച് ആ തല വെക്കാനായിട്ട് ഒരു ശരീരം വേണം. ആ ശരീരം ആരാ? അവന്റെ ശരീരമായ ആ സഭയുടെ മേളിലോട് കൊണ്ട് ആ തല കൊണ്ട് നമ്മൾ വെച്ചു. അതുകൊണ്ട് ദൈവസഭ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ കണക്ട് ആയിരിക്കുന്ന തല എന്ന് പറയുന്നത് സകലത്തിന്മേലും അധികാരമുള്ള സകലവും താക്കീടാക്കി വെച്ചിരിക്കുന്ന ആ ഭയങ്കര ശക്തിയുള്ള ദൈവത്തിന്റെ തലയുമാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക. അവർ ഇത് പ്രാർത്ഥിച്ച് ഇത് നിങ്ങളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിന് മാറ്റം. ഇതാണ് സ്പിരിച്വൽ വിഷൻ പ്രാർത്ഥിക്കുന്നത്. ഇവർക്കുണ്ടാകുന്ന വെളിപ്പാടിനെ പിന്നെ പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ദേ നീഡ് ടു നോ. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും ശക്തി ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. പരിശുദ്ധാത്മ ശക്തി ഇല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ഇന്ന് പെന്തക്കോസ്ത് സഭയിൽ പോയിരിക്കുന്നതും പരിശുദ്ധാത്മ ശക്തിയാണ്. നമ്മളൊരു ഗ്ലൗസ് എടുത്ത് വെച്ച് വെളിയിലൂടെ വെച്ചു, ഒരു ഗ്ലൗസ് എടുത്ത്, ആ ഗ്ലൗസ് എടുത്ത് വെക്കാമെങ്കിൽ ഗ്ലൗസിന് തമ്പുണ്ട്, ബാക്കി എല്ലാം ഉണ്ട്, 5 ഫിംഗേഴ്സ് അതിനകത്തുണ്ട്, അല്ലയോ? മേശപ്പുറത്ത് വെക്കുക. പക്ഷെ ഒരു കാര്യം, അനങ്ങും. അതിനോട് വിരൽ വെക്കാൻ പറഞ്ഞ പൊങ്ങോ? ഒന്നുമില്ല. പക്ഷെ ആ തമ്പ്, ആ ഗ്ലൗസ് ഒരു കൈക്കകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ അന്നുവരെ അനങ്ങാത്ത തമ്പുക്ക് എന്ത് ചെയ്യും? അനങ്ങാൻ തുടങ്ങും. എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമേ ചലനം ഉണ്ടാകത്തുള്ളൂ. ഇതിനൊരു സ്പിരിച്വൽ വിഷൻ ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കർത്താവേ എന്നെ ആഴമായി ഒരു അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങൾ നയിക്കണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു മാറ്റം വരാൻ പോവുക. പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റാൻ പോകും. ഷിഫ്റ്റ് ചെയ്യാൻ സമയമായിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ബലാത്കാരനെ എന്ത് ചെയ്തു? Yes. We need to be just going, shifting gear. Just need to move into the next direction. പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ ഒരു മാറ്റമുണ്ട്. എല്ലാ കടലും അടച്ച ദിവസങ്ങളിൽ നമുക്ക് അല്പസമയം ആരാധിക്കും. ചില ദിവസങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരുത്തണമേ. സഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു മാറ്റം വരണമേ. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ സകല അധികാരിയാണ്, നീ പരമാധികാരിയാണ്. പരിശുദ്ധാത്മാവേ, അതിനൂറ്റാണ്ടിലെ അനുഭവം അതിശയം